ശ്രീ നൌഷാദ് അലി, സർക്കാരിനോട് 6 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ബാർക്കോഴ ആരോപണത്തിന്റെ അതേ രൂപത്തിലേക്ക് രണ്ടാം ബാർക്കോഴ ആരോപണം എത്തുന്ന എന്ന നിലയ്ക്കാണോ നിങ്ങൾ അതിനെ കാണുന്നത്? അങ്ങനെയെങ്കിൽ മന്ത്രിമാർക്ക് പണം ലഭിക്കുന്നു അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പണം കൊടുക്കുന്നു എന്ന രൂപത്തിലൊന്നും ആരോപണം ഇതുവരെ വന്നിട്ടില്ല. സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിലുള്ള ശബ്ദ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും ആർക്ക് എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ നിങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ പഴയതുപോലുള്ള തെളിവുകളുണ്ടോ ഇപ്പോൾ? സ്മൃതി, ഞാനിതിന് മുമ്പായിട്ട് നിങ്ങളോട് വേറൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് എഴുതിയത് കേരളത്തിലെ മദ്യത്തിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവരും, അങ്ങനെ കേരളത്തെ ഒരു ലഹരി വിമുക്ത സംസ്ഥാനമാക്കുമെന്നുള്ളതാണ്. അവരധികാരത്തിലേറുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നത് 26 ബാറുകളാണ്. ഇന്നത് 800-ന് മുകളിലാണ് ഇവരെത്തിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വഞ്ചക പരീക്ഷകളെ, ഇത്രമാത്രം ജനങ്ങളെ കബളിപ്പിക്കാൻ ധൈര്യപ്പെടുന്ന ആളുകളെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുണ്ടോ? ഇത്രയ്ക്ക് പ്രവൃത്തിയും വാക്കും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്ത അജഗജാന്തരം പ്രവർത്തിച്ചു പോകുന്നൊരു സർക്കാരാണിത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു തരാം. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലാണ് പ്രാദേശിക സർക്കാരുകൾക്ക്, തദ്ദേശ ഭരണകൂടങ്ങൾക്ക് അവരുടെ അധികാര പരിധിയിലെ മദ്യഷാപ്പുകൾക്ക് നിയന്ത്രണം വഹിക്കാനുള്ള അധികാരം നൽകിയത്. അനുമതി കൊടുക്കണോ വേണ്ടതൊക്കെ പഞ്ചായത്തുകൾ തീരുമാനിക്കാനുള്ള അധികാരം കരുണാകരൻ നൽകി. 98-ൽ നായനാരത് പിൻവലിച്ചു. 2012-ൽ ഉമ്മൻചാണ്ടി വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാര പരിധിയിൽ ബാറുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകി. അത് 2017-ൽ ഇപ്പോഴത്തെ മുസ്ലിം അപ്പോസ്തലനായ ഒരു ചമഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ, KT ജലീൽ, അയാൾ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുന്ന വേളയിൽ ഈ പിണറായി മന്ത്രിസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം എടുത്തു കളഞ്ഞു. അതുവഴിയൊക്കെ കൂടിയാണ് UDF-ന്റെ എതിർപ്പൊക്കെ നിയമം മൂലം മാറ്റിവെപ്പിച്ചിട്ടാണ് ഇവർ 800-ലധികം ബാറുകളുടെ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത്. ഇവരുടെ പ്രകടന പത്രികയും ഇവരുടെ പ്രവൃത്തിയും നിങ്ങൾ ഇതൊക്കെ ഒന്ന് സദയം ഒന്ന് താരതമ്യപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു സൂചനയായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, നമ്മൾ ഇപ്പോഴത്തെ ഈ വിവാദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചിട്ട് മദ്യനയത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ എന്തിനാ ഈ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നത്? എന്നിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ രേഖാമൂലം ഇവിടെ സൂം മീറ്റിംഗ് മദ്യവ്യാപാരികളുടെയും ഹോട്ടൽ ഉടമകളുടെയൊക്കെ അടക്കം ഇവർ വിളിച്ചു ചേർക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇടുക്കിയിലെ ഈ പറഞ്ഞ മദ്യ ഹോട്ടൽ ഉടമ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മളൊക്കെ കേട്ടത്. ഇതിലപ്പുറത്ത് തെളിവെന്താ വേണ്ടത്? തൊട്ട് പിന്നാലെ ബാർ ഉടമകളുടെ യോഗം, അതാണ് അതിന്റെ ഓർഡർ. തീർച്ചയായിട്ടും ഇവിടെ സ്മൃതി പറഞ്ഞല്ലോ, സർക്കാരിന് പണം പിരിച്ചു നൽകണം എന്നാണ് പറഞ്ഞത്. ഏത് മന്ത്രിക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഇതിനപ്പുറത്ത് എന്ത് തെളിവാ വേണ്ടത്? സർക്കാർ എന്ന് പറഞ്ഞാൽ അടിമുടി ഈ സർക്കാർ ഒന്നടങ്കം കുറ്റാരോപിതനായി നിൽക്കുകയല്ലേ, കുറ്റത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ടല്ലേ ഇടുക്കി ജില്ലാ സെക്രട്ടറി CPIയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുന്നോട്ട് വന്നത്. ഏതെങ്കിലുമൊക്കെ മന്ത്രിമാർക്ക് തങ്ങൾ കള്ളന്മാരല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഇതുപോലെ അനുചരന്മാരെ കൊണ്ടോ പാർട്ടിയിലെ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടോ പരസ്യ പ്രസ്താവന നടത്തിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ സർക്കാരിലെ ഈ പറഞ്ഞ മരുമകൻ അമ്മാവൻ സർക്കാരൊക്കെ ഇതിലെ സഹപ്രവർത്തകരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, സർക്കാരിന് പണം നൽകണം അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പണം നൽകണം എന്ന രൂപത്തിലുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ബാർ ഉടമകൾ പിരിച്ചു നൽകുന്ന പണം നിങ്ങൾക്ക് കിട്ടിയില്ല, പ്രതിപക്ഷത്തിന് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? കാരണം ഈ ബാർ ഉടമകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഈ പിരിവ് കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്, പിരിവ് കൊണ്ട് അവർ വലഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ പരിപാടിക്കെന്ന് പറഞ്ഞ് എക്സൈസ് അധികൃതർ ബാറുകളിൽ നിന്നും 1,4 ലക്ഷം വീതം വാങ്ങി. പിന്നീട് ബാർ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് പിരിവ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് വീതം വയ്ക്കാൻ ഓരോ ബാറിൽ നിന്നും ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ വീതമാണ്. പ്രതിപക്ഷത്തിന് എത്ര കിട്ടി? സ്മൃതി, ഇവിടെ
മദ്യനയത്തിലോ അതിൻ്റെ രൂപവൽക്കരണത്തിലോ അതിൻ്റെ നടത്തിപ്പിലോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാതെ 2 ടേമായിട്ട് അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും, അത് കേന്ദ്രത്തിലും അതെ, 2 ടേമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് പണം തന്നിട്ട് എന്ത് കാര്യമാണ് ഇവിടുത്തെ സാധിക്കാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. തിരഞ്ഞെടുപ്പ് പിരിവ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം തരാൻ ആഗ്രഹിക്കുന്ന കഴിവുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികൾ സമീപിച്ചു എന്നിരിക്കും. അതൊക്കെ ഒരു ജനറലായിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും നയം നിങ്ങൾക്ക് അനുകൂലമാക്കി തരാം, അധികാരത്തിന്റെ സ്വാധീനം നിന്ന് പിരിച്ചുകൊണ്ട് സംഘടന തരുന്നു എന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു രൂപ പോലും UDF-ലെ ഒരു ഘടകകക്ഷിക്കും ഒരു സ്ഥാനാർത്ഥിക്കും മുന്നണി എന്ന നിലയ്ക്ക് UDF-ന് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവർക്ക് തരേണ്ട കാര്യവുമില്ല. അങ്ങനെ ഇവരെങ്ങനെ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ കേരളത്തിലെ ബാർ ഉടമകളും ഇത്തരത്തിലുള്ള വ്യവസായികളുമൊക്കെ. അവർ കൃത്യമായി കാര്യം കാണാൻ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് കോൺഗ്രസിന് പണം തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞങ്ങളെ പാർട്ടി അങ്ങനെ വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം സ്മൃതി, ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ഇവർ ഈ പറഞ്ഞ അഴിമതി അല്ലല്ലോ ഇവിടെ അന്വേഷണമായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒന്ന് പുറത്തു വരാൻ എന്തുകൊണ്ട് ഇടവന്നു എന്നുള്ള കാരണത്തെക്കുറിച്ചാണ് ഈ വലിയ നക്ഷത്രമുള്ള ഏമാന്മാരെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചത്. ഇതിലേറെ വലിയ ഗതികേടുണ്ടോ? KM മാണിക്കെതിരെ ഇവിടെ ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് ആണ് അന്വേഷിച്ചത്. ഇവിടെ ആരോപണം ഉയരാനിടയായ സാഹചര്യവും ഗൂഢാലോചനയും അന്വേഷിക്കുകയാണ് പോലീസ്. ഇതിലേറെ വലിയ നാണക്കേടുണ്ടോ? ഇതൊക്കെ ഒരു വക ഇന്നത്തെ ഈ കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ കലാപം ഉണ്ടാക്കിയവർക്കെതിരെ കേസില്ല, കലാപത്തിന് ഇരയായവർക്കെതിരെ കേസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇടത് സർക്കാരിൻ്റെ സമീപനം. എന്തുകൊണ്ട് ആരോപണം ഉയർന്നു, അതിനാര് വിവരം ചോർത്തിക്കൊടുത്തു, അതിൻ്റെ ഗൂഢാലോചന എന്ത് എന്നൊക്കെ ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെ സാക്ഷിയാക്കി അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സർക്കാരിൻ്റെ തൊലിക്കട്ടിയോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രമാത്രം ധാർമ്മികമായി അധപ്പതിച്ചു പോയൊരു സർക്കാരാണ് ഈ പ്രബുദ്ധ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു സ്മൃതി. അതിനപ്പുറത്ത് ഇത് വിശേഷിപ്പിക്കാൻ മറ്റൊരു വാചകവും ഇല്ല. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. സ്വപ്ന സുരേഷിനെതിരെ അവരുടെ ആരോപണത്തെക്കുറിച്ചല്ല, എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ ഇടയായി എന്നതിൻ്റെ അന്വേഷണം. മാറി നിൽക്കണി പൊലച്ച് നിനക്ക് വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഒരുത്തൻ കോപ്പിയടിച്ചും മാർക്ക് തിരുത്തിയും പാസ്സായപ്പോൾ ആ ആരോപണം എങ്ങനെ പുറത്തായി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം. ഇതുപോലെയൊക്കെ ഒരു ഈജിയൻ തൊഴുത്താക്കി ഭരണത്തെ മാറ്റിയ മറ്റൊരു മുന്നണി കേരള പിറവിക്ക് ശേഷം ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടോ? ലജ്ജാകരം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. Debate with Smriti Parthikad.